അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുറ്റത്ത് ഏകദേശം വലുതായിട്ടുള്ള ഒരു ചേമ്പിൻ്റെ ചെടി കണ്ടത് കേട്ടോ. അപ്പം വിചാരിച്ചു ഒന്ന് ഈ ചേമ്പും താൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന്. പണ്ട് എൻ്റെ അച്ഛമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ്. പണ്ട് എന്നല്ല ഇപ്പോഴും ഞങ്ങളെ വീട്ടിലൊക്കെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള ചേമ്പും താളൊക്കെ പറിച്ച് കുറച്ച് ചേമ്പിൻ്റെ വിത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് പുഴുങ്ങിയിട്ട് നല്ല പച്ചമുളകൊക്കെ പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിക്കണേ. അതുകൊണ്ട് ആ ചേമ്പിൻ്റെ വിത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചേമ്പാണ് കേട്ടോ, വലിയ ചേമ്പല്ല. കുഞ്ഞി കുഞ്ഞി വിത്തുകളുണ്ടാകുന്ന ചെറു ചേമ്പാണ്. അപ്പോൾ ആ വിത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ചേമ്പിൻ്റെ താള് കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ചേമ്പൻ താളൊക്കെ പറിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ, മണ്ണായതല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള ഈ ഒരു തോലുണ്ടല്ലോ അത് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ചീന്തി കളയണം. അങ്ങനെയാണ് ഇത് നന്നാക്കുക കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കാറുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ചോറിന് ഒഴിച്ച് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ചേമ്പിൻ താളൊക്കെ നന്നാക്കി അതൊന്നും കൂടെ കഴുകി ചെറിയ ഇതുപോലത്തെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 2 പച്ചമുളകും, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചീന്തിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് ചേമ്പിൻ്റെ തണ്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വാളംപുളി എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ വാളംപുളി എന്നാണ് പറയുക. കുടംപുളി അല്ലാത്തൊരു പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞൊഴിച്ചിട്ട് തേങ്ങേൻ്റെ അരപ്പും, ഇതിൽ നമുക്ക് 2 വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകൊക്കെ ചേർക്കാം. അങ്ങനെ തേങ്ങേൻ്റെ അരപ്പൊക്കെ നല്ല ചേർത്ത് അടിപൊളി ഒരു ചേമ്പൻ താള് കറി ഉച്ചത്തേക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്.